ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ് നിയമപരമാണോ എന്നതാണ് ചോദ്യം. ടി.ജിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്. കാരണം എന്താന്ന് വെച്ചാൽ മറ്റ് വകുപ്പുകളെ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, അത് മാഷം കൂടുതൽ പറയും. ഇപ്പോൾ ടി.ജി. മോഹൻദാസ് സീനിയർ സിറ്റിസൺ ആണ്, മുതിർന്ന പൗരൻ എന്ന് പറയില്ലേ, ഞാനും സീനിയർ സിറ്റിസൺ ആണ്. അപ്പോൾ സീനിയർ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ചില പ്രത്യേക അവകാശങ്ങളൊക്കെ ഉണ്ട്. ആ അവകാശങ്ങളുടെയൊക്കെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ടി.ജി. മോഹൻദാസ് എഞ്ചിനീയർ മാത്രമല്ല, വക്കീലുമാണ്. 10 കൊല്ലം മുമ്പാണ് അദ്ദേഹം എൻറോൾ ചെയ്തത്. എന്ന് പറഞ്ഞാൽ 61ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വക്കീൽ പണി കൂടി നടത്താം എന്നൊക്കെ തീരുമാനിച്ചത്. അദ്ദേഹം കെൽട്രോണിൽ എഞ്ചിനീയർ ആയിരുന്നു. കേരളത്തിൻ്റെ പുറത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പല ഭാഷകൾ അറിയാം, നമുക്കറിയാത്ത ഭാഷകളും ഒക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം ഈ സാധാരണഗതിയിൽ മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്, എങ്ങനെ വേണം അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പല കേസുകളിലും ആ മാർഗനിർദ്ദേശങ്ങൾ ഉറപ്പിച്ചിട്ടുമുണ്ട്. വലിയ ഈ കൊലപാതകം പോലെയൊക്കെയുള്ള ഗുരുതരമായ കുറ്റമൊന്നും ഇല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരെ രാത്രി അറസ്റ്റ് ചെയ്യരുത്. അർണേഷ് കുമാർ വേഴ്സസ് ബീഹാർ, സ്റ്റേറ്റ് ഓഫ് ബീഹാർ. അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസിലെ വിധി അങ്ങനെയാണ്. വിധിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന് 3 വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ടി.ജിക്കെതിരെ. എന്നാൽ സുപ്രീം കോടതി വിധി എന്താണെന്നറിയാമോ? 7 വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടുന്ന കുറ്റമാണെങ്കിൽ നേരിട്ടുള്ള അറസ്റ്റ് ഒഴിവാക്കണം മുതിർന്ന പൗരന്മാരുടെ കാര്യത്തിൽ. അദ്ദേഹത്തിന് 3 വർഷം കിട്ടുന്ന ഇതാണല്ലോ, 7 വർഷം എന്നുള്ളതാണ് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ചോദ്യം അതിപ്പോൾ എന്ത് ചെയ്യണം? ഇത്തരം ആളുകൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് കൊടുക്കുകയാണ് വേണ്ടത്. ഏത് വകുപ്പ്? BNS S35 വകുപ്പ് നോട്ടീസ് കൊടുത്താൽ മതി ഹാജരാകാൻ. ടി.ജി എല്ലാ നിയമവും സഹകരിക്കുന്ന ആളും നിയമം നോക്കുന്ന ആളുമാണ്. അദ്ദേഹത്തിനെ നോക്കുക. അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കാൻ പോയത്. അതൊരു കോടതിയിലും മുൻകൂർ ജാമ്യത്തിന് പോയില്ല. അറസ്റ്റിന് വകുപ്പുണ്ടെങ്കിൽ അറസ്റ്റ് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അറസ്റ്റിനെ ഭയക്കുന്നില്ലെന്നേ ടി.ജി അങ്ങനെ ഒന്നിനെയും ഭയക്കുന്ന ആളല്ല. അപ്പൊ പ്രായം, ആരോഗ്യസ്ഥിതി എന്നിവ മുൻനിർത്തി സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ടി.ജി മോഹൻദാസ് 1-2 മാസത്തോളം ABC വന്നിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു. മൂക്കിക്കൂടി ഇല്ലേ ഒക്കെ ഭക്ഷണം കഴിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം. ഈയിടെ ആരോഗ്യസ്ഥിതി നന്നായി വീണ്ടും വരാൻ തുടങ്ങിയതാണ്. അദ്ദേഹം മാത്രം സംസാരിക്കുന്ന പത്രിക എന്ന് പറഞ്ഞ ചാനലിൽ സംസാരിച്ചതിനെ പറ്റിയാണ് ഈ വിവാദങ്ങളൊക്കെ, ABC അല്ല. അപ്പോ അത് പ്രായം, ആരോഗ്യസ്ഥിതി, ഞാൻ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയും കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാണ്. പ്രായം, ആരോഗ്യസ്ഥിതി എന്നിവ വെച്ച് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ വേറെയുണ്ട്. അതേതില് DK ബസു കേസിലെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട്. അത് പോലീസ് പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ടി.ജിയുടെ കേസിൽ പോലീസ് പാലിച്ചിട്ടില്ല. അടിയന്തര വൈദ്യസഹായം ശാരീരികമോ മാനസികമോ ആയി ബുദ്ധിമുട്ടിക്കുക തുടങ്ങിയ രീതിയിൽ രാത്രി ചോദ്യം ചെയ്ത് കൂടാ മുതിർന്ന പൗരനെ. ടി.ജി മോഹൻദാസിനെ 1 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നാണ് പത്രവാർത്തകളിലൊക്കെ കാണുന്നത്. രാത്രി വൈകിട്ട് 5 മണിക്കല്ലേ പോലീസ് അവിടെ എത്തിയിട്ടുള്ളൂ. 2 മണിക്കൂർ വീടിന്റെ അകത്ത് മട്ടാഞ്ചേരി ചെറളായില് വീട്ടില് മറ്റേ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ, ഫോണൊക്കെ പിടിച്ചുകൊണ്ട് പുലർച്ചെ 2 മണിയോടെ അടുപ്പിച്ചിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. പോലീസ് ട്രെയിനിങ് കോളേജിലാണ് രാത്രി പാർപ്പിച്ചതുമൊക്കെ. പുലർച്ചെ 2 മണിയോട് കൂടിയാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ രാത്രി ദീർഘദൂര യാത്ര നടത്തിയിട്ടുണ്ട് മുതിർന്ന പൗരനുമായിട്ട്. ചെയ്തുകൂടാ. അങ്ങനെയാണ് സുപ്രീം കോടതി മാർഗനിർദ്ദേശം. എന്ത് വിവരം ഉണ്ടായിട്ടാണ് പോലീസ് ഇത് ചെയ്തിരിക്കുന്നത്? എന്ത് സൈബർ ക്രൈം? അപ്പോ സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് ടി.ജി മോഹൻദാസ്. ദീർഘദൂരയാത്ര തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് ശുദ്ധമായ പ്രതികാരം മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി മുതിർന്ന പൗരന്മാർക്കുള്ള അവകാശം ലംഘിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ.
ഇതിൽ ജാമ്യമില്ലാത്ത ഒരു വകുപ്പ് ടി ജിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇത് കോടതിയിൽ നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ ഈ കലാപാഹ്വാനം ചുമത്തിയിരിക്കുന്ന വകുപ്പ് കലാപാഹ്വാനം BNS 192, വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ BNS 353(1)B, സ്ത്രീത്വത്തെ അപമാനിക്കൽ BNS 79, ക്രമസമാധാനം തകർക്കൽ KP കേരള പോലീസ് ആക്ട് 120. അപ്പോ ഇതിൻ്റെ അകത്ത് 3531(B) അതാണ് മറ്റേ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത പുള്ളി വളർത്താൻ ശ്രമിച്ചു എന്ന് പറയുന്ന, അതാണ് ജാമ്യമില്ലാത്ത വകുപ്പ്. അതൊക്കെ രാവിലെ മജിസ്ട്രേറ്റ് ഒക്കെ അത് നിലനിൽക്കുമോ എന്നൊക്കെ നോക്കണം. അതേതായാലും കോടതിയിൽ എത്തിയിരിക്കുന്ന നിലയ്ക്ക് അതിൻ്റെ മെറിറ്റിൽ കയറി ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് സിറ്റി സൈബർ ക്രൈം വിങ് ആണ് കേസൊക്കെ എടുത്തിരിക്കുന്നത്. 1 മണിക്കൂർ ചോദ്യം ചെയ്തു, വൈദ്യപരിശോധന നടത്താൻ കൊണ്ടുപോയി, വീട്ടിൽ പരിശോധന നടത്തി, കമ്പ്യൂട്ടർ മൊബൈൽ ഒക്കെ പിടിച്ചെടുത്തു എന്നൊക്കെയാണ്. ഇതൊക്കെ കഴിയുമ്പോൾ രാത്രി ആയല്ലോ, പുലർച്ചെയാണ് അവിടെ എത്തിയിരിക്കുന്നത് 2 മണിയോടെ തിരുവനന്തപുരത്ത്. AAFന്റെ സെക്രട്ടറി TT ജിസ്മോന്റെ പരാതി. ജിസ്മോൻ നേരത്തെയും ടി ജിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ BJP ഇതിൻ്റെ അകത്ത് ഇത് അപലപനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. RSS നേരത്തെ തള്ളിപ്പറഞ്ഞിരുന്നു TG എന്നുള്ളതും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ അറസ്റ്റ് മുതിർന്ന പൗരൻ എന്നുള്ള നിലയ്ക്ക് നിയമവിരുദ്ധമായ പ്രക്രിയയാണ് നടന്നിരിക്കുന്നത്. ഇവിടെ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സമ്മർദ്ദം മൂലമല്ലേ ഈ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉടനെ മാധ്യമങ്ങൾക്കും പിന്നെ TG 11 ദിവസമായിട്ട് അറസ്റ്റ് ചെയ്തില്ല, എന്തുകൊണ്ട് TGയുടെ ഒരു ചെറുവിരൽ പോലും തൊടാൻ കേരള പോലീസിനാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ ഇന്നലെ മുഴുവൻ TG അറസ്റ്റ് ചെയ്യുന്നത് വരെ ചാനലുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നു. അപ്പോൾ ഇതൊരു മാധ്യമങ്ങളുടെ കൂടി ഒരു സമ്മർദ്ദം താങ്ങാനാവാതെ രമേശ് ചെന്നിത്തല കാട്ടിക്കൂട്ടിയതാണോ? അങ്ങനെ ഒരു സ്ലീപ്പിംഗ് പാർട്ട് ഇതിലുണ്ട്. സാറ് പറഞ്ഞത് 2 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു പക്ഷേ മലയാളി ഇത് ഈ നിമിഷം വരെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ലാത്തൊരു വിഷയമാണ്. ഒന്ന്, ഇങ്ങനെ ഒരു കേസിൽ ചോദ്യം ചെയ്യുന്നത് പോലും നിയമവിരുദ്ധമാണ്. സുപ്രീം കോടതിയുടെ ഗൗരവമുള്ള നിർദ്ദേശങ്ങളാണത്. അപ്പോൾ കോടതി നിർദ്ദേശങ്ങൾ പരിഗണിച്ചിട്ടില്ല, നിയമം പരിഗണിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, സീനിയർ സിറ്റിസൺ എന്ന നിലയിൽ രാത്രിയിൽ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ പാടില്ല. രോഗി എന്ന നിലയിൽ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചാൽ വരും. TG കാത്തിരുന്നാണ്. ഞാൻ നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കാറുണ്ടായിരുന്നല്ലോ. TG ഞാൻ കാത്തിരിക്കുകയാണ്, പക്ഷേ നോട്ടീസ് വന്നാൽ എവിടെയാണോ ചെല്ലേണ്ടത് ഞാൻ ചെന്നിരിക്കും. ഞാൻ നിയമം അനുസരിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവർക്ക് അത് ബാധകമാണോ അല്ലേ എന്നുള്ള എൻ്റെ പ്രശ്നമല്ല. എനിക്കെതിരെ നിയമം വന്നാലും അതനുസരിക്കാൻ ബാധ്യസ്ഥനായ ആരാണ്? മുമ്പ് മദനിയുടെ ഒരു പ്രശ്നത്തില് TG സംസാരിച്ചു കഴിഞ്ഞപ്പോ പോലീസുകാരൻ TG എന്തോ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ പിന്നെ മാപ്പൊക്കെ പറയേണ്ടി വന്നതാണ്. ആ കേസ് ഉണ്ടായിട്ടുണ്ട്. ശരിയാ. TG അങ്ങനെയാണ് എപ്പോഴും. ഏത് മനുഷ്യന്റെയും അവകാശത്തെ നിയമത്തിന്റെ ഒരു കൃത്യമായ കണ്ണിലൂടെ തന്നെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. അപ്പൊ TGയോട് ഇപ്പൊ ഇതിൽ കാണിച്ചത് ഒന്ന് രാഷ്ട്രീയമായ ദുർവാശിയാണ്. ഇപ്പൊ CPMന്റെ ഒരു വലിയ ഗുണ്ട ഇന്നലെ ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റിലായപ്പോ ഉടനെ വീണ്ടും ഇത് ചോദ്യം വരികയാണ്. TG മോഹൻദാസ് ഇങ്ങനെ പരസ്യമായി വെല്ലുവിളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സാധാരണ മനുഷ്യനായി ആരെയും കൂസാതെ നടക്കുന്നുണ്ടല്ലോ, ഇവനെ മാത്രം എന്താ വേട്ടയാടുന്നത്? എങ്ങനെയാണ് സാർ ഈ അർജുൻ ആയങ്കിയുടെ കേസും ഈ പാവം TG മോഹൻദാസിന്റെ കേസും തമ്മിൽ ഒത്തുപോവുക? എങ്ങനെയത് കമ്പയർ ചെയ്യുന്നത് പോലും എന്തുമാത്രം ആഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിലിപ്പോ ധന്യ പറഞ്ഞൊരു കേസ് വളരെ ശരിയാണ്. രാഷ്ട്രീയമായ വാശി 2 കൂട്ടർക്കുണ്ടല്ലോ. ഇപ്പോൾ ഈ RSS വിരുദ്ധ TGയുടെ ബേസിക് ആയിട്ടുള്ള കുറ്റം എന്താണ്? ഇവരുടെയൊക്കെ മനസ്സിൽ ഫ്രെയിം ചെയ്ത് വെച്ചൊരു കുറ്റമുണ്ട്. അത് ഇദ്ദേഹം RSSനെ ന്യായീകരിക്കുന്നു. പഴയ RSS പ്രവർത്തകനാണ്, RSSന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ വഹിച്ച ഒരാളാണ്. ഇപ്പോഴും ആ നിലപാട് സൂക്ഷിക്കുന്നു. എന്നാൽ ഇപ്പൊ TG രാമേന്ദ്രൻ സാറൊക്കെ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സംഘപരിവാറിന്റെ അകത്ത് തെറ്റ് കണ്ടാലും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ജന്മഭൂമിയിലെ സമരത്തെക്കുറിച്ച് പറഞ്ഞ ഒരു ചാനലേ ഉള്ളൂ മലയാളത്തിൽ, അത് ABC ആണ്. ഇവരൊക്കെയാണ് പറഞ്ഞത്, ഞാനൊന്നുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ വസ്തുനിഷ്ഠമായി ഒബ്ജക്റ്റീവായി സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ എന്താ പ്രശ്നം? ഇവിടെ 2 കൂട്ടർക്ക് പൊള്ളും. ഒന്ന്, ഈ ഒരാൾക്ക് സംഘപരിവാർ ആവാനും സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും അതിനെ അദ്ദേഹത്തിന് തോന്നുന്ന മട്ടിൽ, നമുക്ക് ബോധ്യം വരുന്ന മട്ടിൽ ന്യായീകരിക്കാനും അവകാശമുണ്ട്. നമുക്ക് ഏത് ചെളിക്കുണ്ടിലും പോയി കിടക്കാം, അദ്ദേഹത്തിന് മാത്രം അത് പാടില്ല എന്ന് പറയുന്നതിന്റെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ 2 കൂട്ടരും UDF ഭരിച്ചാലും LDF ഭരിച്ചാലും മുഖ്യ ശത്രു
സംഘപരിവാറാണ്. അത് സംഘപരിവാറിനെ വേട്ടയാടാൻ എന്താ വേട്ടയാടാത്തതെന്ന് അപ്പുറത്ത് നിന്ന് നിങ്ങൾ വേട്ടയാടിയതിനേക്കാൾ നന്നായി വേട്ടയാടുന്നു ഇപ്പുറത്ത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. UDF LDF മത്സരം അതാണ്. ഒപ്പം ഈ പറഞ്ഞൊരു ഘടകം കൂടിയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ TG മോഹൻദാസിനോട് ഏറ്റവും വിരോധമുള്ളത് മലയാളത്തിൽ ആർക്കാന്ന് ചോദിച്ചാൽ ഉള്ള കാര്യം നേരെ ചൊവ്വേ പറഞ്ഞാൽ മീഡിയക്കാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ അന്തിച്ചർച്ച ഉണ്ടല്ലോ സാറേ, TG മോഹൻദാസിനെ വിളിച്ചാൽ ഇവരുടെ ഈ അഗ്രസീവ് ആയിട്ടുള്ള ഏർപ്പാടുണ്ടല്ലോ, ആങ്കർമാർ കയറിയിട്ട് അവിടെ വിളിച്ചു വരുത്തിയ ആദരണീയരായ ഏത് പാർട്ടിയുടെ പ്രതിനിധി ആവട്ടെ, പലപ്പോഴും സീനിയർ ജേർണലിസ്റ്റുകളാണ്, സാറിനെ പോലുള്ളവരാ, ഈ വന്നിരിക്കുന്ന ആളുകളെ മുഴുവൻ വായി കയറി ഇരുന്നിട്ട് ആക്ഷേപിക്കുക, മിണ്ടാൻ സമ്മതിക്കാതിരിക്കുക, അവർക്ക് ഞാൻ പറഞ്ഞു തരുന്നത് താൻ പറയണം എന്നുള്ള മട്ടിലാണ് എല്ലാവരെയും ആക്ഷേപിക്കുന്ന ഒരു രീതിയുണ്ട്. TGയോട് മാത്രം അത് നടന്നിട്ടില്ല ഇതുവരെ. സകല ആങ്കർമാരെയും മമ്മാക്കിയിട്ട് കൃത്യം അതുകൊണ്ട് വിളിക്കാതായി. പിന്നീട് TGയെ വിളിക്കാറില്ല. അന്തിച്ചർച്ച TGക്ക് അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ TG അപ്പൊ ഈ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടാണ് TGയെ വിളിക്കാൻ താല്പര്യമില്ലാത്തത്? സത്യത്തിൽ വളരെ അഗ്രസീവായ എന്നാൽ വളരെ ഷാർപ്പായ നിലപാട് പറയുന്ന ഒരാളല്ലേ. നിങ്ങൾക്ക് RSSനെ വിമർശിക്കണമെങ്കിൽ ആദ്യം വിളിക്കേണ്ടത് ഇങ്ങനെ RSSനെ വളരെ ശക്തമായി ന്യായീകരിക്കുന്ന ഒരാളല്ലേ, അത് വിളിക്കൂല. അപ്പൊ ഈ ഒരു മാധ്യമ വിചാരണ കൂടി TG നേരിടുന്നു. മുസ്ലിം വർഗീയ സംഘടനകൾക്കെതിരായിട്ട് TG പറയും മാധ്യമങ്ങളുടെ അജണ്ടയില് മുസ്ലിം വർഗീയത അതാണ് ഒരു പ്രധാനപ്പെട്ട അജണ്ട. മലയാളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പൊതുധാര എന്താ? പൊതുധാര ഈ മുസ്ലിം ഫണ്ടമെന്റൽസിനെയും മുസ്ലിം വർഗീയവാദികളെയും പൊതിഞ്ഞു നിർത്തി കൂടെ നിർത്തിയിട്ട് എന്താ കാര്യം? നരേന്ദ്രമോദി നാട് ഭരിക്കുന്നു എന്ന ദുർബലമായൊരു ന്യായം പറഞ്ഞിട്ടാണ് ഇവർ കാണിച്ചു കൂട്ടുന്ന സകല പോക്കരിത്തരങ്ങളെ ന്യായീകരിക്കുന്നത്. ആ ഒരു പൊളിറ്റിക്സ് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തനം അതാ. അപ്പോ അപ്പൊ ഈ പറഞ്ഞ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പാർട്ടിസൺ, വളരെ കൃത്യമായിട്ട് പക്ഷം ചേർന്നുകൊണ്ട് നിൽക്കുന്ന, ഈ നമ്മളെപ്പോഴും പറയുമല്ലോ ഒബ്ജക്റ്റീവ് അല്ലാത്തൊരു രാഷ്ട്രീയമുണ്ട്, കൃത്യം പറഞ്ഞാൽ ഫാക്ടോറിയൻ അല്ലാത്തൊരു രാഷ്ട്രീയമുണ്ട്, സെക്ടേറിയനായ ഒരു പൊളിറ്റിക്സ് നമ്മുടെ സകല മാധ്യമങ്ങൾക്കുണ്ട്. അത് അവർക്കൊക്കെ TG ശത്രുവാണ്. രണ്ടാമത്തെ കാര്യം, വ്യക്തിപരമായി TGയുടെ ഒരു ചരിത്രബോധവും TGയുടെ ഒരു വിവരവും ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് സകല ആങ്കർമാരെയും മിണ്ടാതാക്കിയ അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, എനിക്കിതിൽ ഏറ്റവും സങ്കടം തോന്നിയത്, ഇന്ന് എനിക്ക് തോന്നിയ ഒരു സന്തോഷം പറയാലോ സാർ, RSS ഔദ്യോഗികമായി TGയുടെ നിലപാടിനെ തള്ളിപ്പറഞ്ഞ ഒരു സംഘടനയാണ്. പക്ഷെ TGയുടെ ശരി ഈ പറഞ്ഞ മട്ടാഞ്ചേരിയിലും പരിസരത്തും എറണാകുളത്തും ഒക്കെയുള്ള സാധാരണ BJPക്കാർക്ക് ബോധ്യം ഉണ്ടായി. ഇന്നലെ അവർ തെളിയിച്ചു. RSS TGക്കെതിരായി പറഞ്ഞിട്ടുണ്ടല്ലോ, തള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നല്ല അവരെ നോക്കിയത്. ഈ മനുഷ്യനെ വേട്ടയാടുന്നത് ആ മനുഷ്യന്റെ നിലപാടിന്റെ പേരിലാണ്. ആ നിലപാട് RSS അനുകൂല നിലപാടാണ്. അതുകൊണ്ട് RSSനോട് എന്തെങ്കിലും കൂറുള്ളവൻ വാടാ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം, വളരെ ശക്തമായി മുദ്രാവാക്യം വിളിച്ച് TGക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു. അത് തീർച്ചയായിട്ടും ഒരു ജനവികാരം കൂടി TGക്ക് അനുകൂലമാണ് എന്ന് പോലീസിനെ ബോധ്യപ്പെടുത്താനും നല്ലതാണ്. അവരെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ED കേസിൽ ഇവരെ വീണയെ ചോദ്യം ചെയ്യാൻ വന്നപ്പോ എന്താ കാണിച്ചത്? നാട് മുഴുവൻ വന്നിട്ട് അടിച്ച് തകർക്കല്ലേ, ആക്രമിക്കല്ലേ, അതൊന്നും ചെയ്തില്ല. അവരുടെ പ്രതിഷേധം കാണിച്ചു. ഒന്ന് പോസിറ്റീവായൊരു കാര്യം. അതേ സമയത്ത് തന്നെ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയൊരു കാര്യം കൂടി പറഞ്ഞാൽ ഇത് പൂർത്തിയാവുള്ളൂ. ഇതില് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടല്ലോ സാർ. ഞാൻ പറഞ്ഞ കക്ഷി രാഷ്ട്രീയം വിട്ടോളൂ, നിങ്ങൾ മീഡിയയെ വിട്ടോളൂ, പാർട്ടികളെ വിട്ടോളൂ. പക്ഷെ ഈ ബുദ്ധിജീവി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ സ്വതന്ത്രമായ സാംസ്കാരിക പ്രവർത്തനം, സാംസ്കാരിക നായകത്വം എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഇവര് ഒരു മനുഷ്യന് ഈ TGയുടെ പേരിൽ രണ്ട് കാര്യങ്ങൾ എന്താ നമ്മൾ സമ്മതിക്കാത്തത്? TG നടത്തിയ പത്രികയിലെ TG നടത്തിയ 2 ദിവസം 24 മണിക്കൂർ ഇടവിട്ടുള്ള 2 ടോക്കിൽ നിന്ന് ഏതാനും നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾ മുറിച്ചെടുത്തിട്ട് മീഡിയ വൺ എന്ന ചാനൽ ഒരു കാർഡ് ഉണ്ടാക്കുന്നു. ഈ കാർഡ് വെച്ചാണ് ചർച്ച. വലിയ മനുഷ്യരോടും വലിയ രാഷ്ട്രീയ പാർട്ടികൾ, സീനിയർ ലീഡേഴ്സും ഒക്കെ. ഞാനൊരു കാര്യം പിന്നെ മറന്നു പോകും എന്നുള്ളതുകൊണ്ട് ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ. ആ കാർഡ് വെച്ചിട്ടാണ് ചർച്ച ചെയ്തതെന്ന് മാഷ് പറയുന്നുണ്ടല്ലോ. ഈ RSS TGയെ തള്ളി പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് TG ആയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തില് കേരളത്തിലെ പ്രധാനപ്പെട്ട RSS നേതാവ് TGയെ വിളിച്ചിരുന്നു. എന്നിട്ട് TGയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു, ഒരു എക്സ്പ്ലനേറ്ററി വീഡിയോ ചെയ്താൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ, ഈ വീഡിയോ ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിക്കുന്ന ഒരു വീഡിയോ കൂടി ചെയ്താൽ കൊള്ളാം എന്ന് ആ RSS നേതാവ് ആവശ്യപ്പെട്ടു. TG അതിനങ്ങനെ വഴങ്ങിയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ TG അങ്ങോട്ട് ചോദിച്ചു, അങ്ങ് ഞാൻ ചെയ്ത വീഡിയോ കണ്ടിരുന്നോ? ഇല്ല, കണ്ടിട്ടില്ല. ഈ RSSന് വേണ്ടി പ്രസ്താവന ഇറക്കിയ വിവരദോഷിയും മറ്റ് മുഖ്യ നേതാവും ഈ വീഡിയോ കാണാതെയാണ്, അതായത് ഈ പറഞ്ഞ
മീഡിയ വണ്ണിന്റെ കാർഡ് വെച്ചിട്ടാണ് RSSും അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതാണ് കറക്റ്റ്. ഇത് ഞെട്ടിക്കുന്ന ഒരു കാര്യം അതാണ്. മീഡിയ വണ്ണിന്റെ കാർഡിലാണ് RSS പോലും നിലപാടെടുക്കുന്നത്, അഭിപ്രായം പറയുന്നത്, പ്രസ്താവന ഇറക്കുന്നത്. ഇനി ഇതിനോട് ചേർത്ത് ഞാൻ പറഞ്ഞു വന്ന കാര്യം പൂർത്തിയാക്കിയാൽ, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിനു വേണ്ടി വിളിച്ചു കൂവുന്ന അട്ടത്ത് കയറി നിലവിളിക്കുന്ന സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ, അത് ഈ മനുഷ്യന് എന്താ വകവെച്ചു കൊടുത്ത? ഈ മനുഷ്യന് ആകെ ചെയ്ത 2 കാര്യങ്ങൾ, 2 ടോക്കിലെ പത്രികയിലെ 2 ടോക്കിലെ 2 കാര്യങ്ങളിൽ നിന്ന് ഒരു തുണ്ടം മുറിച്ചെടുത്തിട്ട് ഒട്ടിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ? നരേന്ദ്രമോദി CJP സമരത്തോട് കാണിച്ച സമീപനം ശരിയായില്ല. സത്യത്തിൽ ആഘോഷിക്കേണ്ടത്, മീഡിയക്ക് വല്ല സെൻസും ഉണ്ടെങ്കിൽ ആഘോഷിക്കേണ്ടത് എന്താ? നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ ഇതാ പ്രമുഖ RSS നേതാവ് TG മോഹൻദാസ് പറഞ്ഞിരിക്കും. അതാണ് വാർത്ത. അത് കാണാൻ ഇവർക്ക് കണ്ണില്ല. അതിന് പകരം എന്താ പറയുന്നത്? TG എന്താ യഥാർത്ഥത്തിൽ പറഞ്ഞത്? നരേന്ദ്രമോദിയും അമിത്ഷായും ഈ കേന്ദ്ര ഗവൺമെന്റും ഈ സമരത്തോട് സ്വീകരിച്ച രമ്യമായ സമീപനം, അനുഭാവപൂർണമായ സമീപനം, അത് ശരിയല്ല. ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ EMS, അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. കാര്യം ഇതാണ്, ലോകത്തിലെ ജനാധിപത്യ ഭരണകൂടങ്ങൾ ജനകീയ സമരത്തോട് സ്വീകരിച്ച പല രീതിശാസ്ത്രം ഉണ്ടല്ലോ, പല തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളൊക്കെ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ് EMS. ഈ EMSന്റെ കാലത്ത് ചന്ദനത്തോപ്പിലും 3 വെടിവെച്ചിട്ടുണ്ട്. അത് ആലോചിച്ചു. തൊഴിലാളികളുടെ പാർട്ടി തൊഴിലാളി സമരത്തിനെതിരെ വെടിവെച്ച് കൊന്ന പാരമ്പര്യമുണ്ട്. TG അത് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. TG പറഞ്ഞത് ഞാനായിരുന്നെങ്കിൽ കുറെ കൂടി അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കും, അവിടെ അത് കഴിഞ്ഞിട്ട് ആകാശത്തേക്ക് വെടിവെക്കും, ഞാൻ മുന്നറിയിപ്പ് നൽകും, എന്നിട്ട് വേണ്ടി വന്നാൽ ഒരു 4 മണിക്കൂറിന് കൊണ്ട് ഇത് പിരിഞ്ഞു പോയില്ലെങ്കിൽ വെടിവെച്ചിട്ടെങ്കിലും അവസാനിപ്പിക്കും. അത്ര കടുത്ത സമീപനം ഈ സമരക്കാര് അർഹിക്കുന്നുണ്ട്. അല്ലാതെ അത്ര ഇന്നസെന്റ് അല്ല എന്നാണ് TGയുടെ നിലപാട്. ആ പറഞ്ഞതിൽ എത്രയേ ഉള്ളൂ? ഈ 5 years in place of him എന്ന് പറഞ്ഞൊരു പ്രയോഗം ഉണ്ടല്ലോ. മോദിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ, അത് സാധാരണ ഒരു കേസിൽ, ഇപ്പോൾ ജീവപര്യന്തം കിട്ടിയ ഒരു കേസിൽ ഞാൻ പറയാറുണ്ട്, ജഡ്ജി ഞാനായിരുന്നെങ്കിൽ അവനെ തൂക്കിക്കൊന്നേനെ. എത്ര സിമ്പിളായ ഇഷ്യൂ ആണ്. വളരെ ഇമാജിനറി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് TG അഡ്രസ് ചെയ്യാണ്. ഒരു ഭാവനയിൽ ഒരു പ്രശ്നത്തെ സമീപിക്കാൻ പോലുള്ള ഒരു സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഒരു പൗരന് വകവെച്ചു കൊടുക്കണ്ടേ? അത് കഴിഞ്ഞ് TG പറയുകയാണ്, ഞാൻ എന്റെ പരിമിതമായ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞാൻ 5ാമത്തെ നിലയിലോ മറ്റോ നിന്ന് കാഴ്ചകൾ കാണുന്ന ആളാണ്. മോദി 100ാമത്തെ നിലയിൽ നിന്നിട്ട് കുറെ കൂടി വിവരത്തോടു കൂടി ചെയ്യാണ്. അപ്പൊ അദ്ദേഹം ചെയ്തതായിരിക്കും ശരി. അതെ, അതും പറയുന്നുണ്ട്. അതും പറയുന്നുണ്ട്. പിന്നെ ഇതിൽ രണ്ടാമത് ചേർത്ത് നമ്മളെ സകല മഹിളാ മോർച്ചകളും, മീൻസ് മഹിളാ സംഘടനകളെല്ലാം കൂടി ഇളകി വശായത് എന്തിനാണെന്നറിയോ? സ്ത്രീകളൊക്കെ ബലാത്സംഗം ആസ്വദിക്കുന്നവരാണെന്ന് പറഞ്ഞു എന്നാ. അതും ഈ കോണ്ടസ്റ്റിൽ അല്ല. കോണ്ടസ്റ്റിൽ എന്താ പറഞ്ഞത്? അതിന്റെ തലേ ദിവസമാണ് കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ചത്. ഈ CJPക്കാർ, കോക്രോച്ചുകൾ അവിടെ വന്ന് കാണിച്ച സകലമാനാക്രമം, പോലീസിനെ കല്ലെറിഞ്ഞ പ്രശ്നങ്ങളുണ്ട്, പൊതുമുതൽ നശിപ്പിച്ച പ്രശ്നങ്ങൾ, ഈ കേസുകളൊക്കെ പിൻവലിക്കാൻ തീരുമാനിച്ചു. TG വളരെ സർക്കാസ്റ്റിക് ആയിട്ട്, ഇതിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, TGയെ ഫോളോ ചെയ്യുന്നവർക്ക് TGയുടെ ലാംഗ്വേജ് മനസ്സിലാക്കണം. ഒരു മനുഷ്യനെ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രീതി ഉണ്ടല്ലോ. രാമേന്ദ്രനാഥ് എന്ത് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ നർമ്മം ഉണ്ടാവും. അവസാനം എത്ര സീരിയസ് ആയ കാര്യം പറയും, ആ രീതിയിൽ വേണ്ടേ രാമേന്ദ്രൻ സാറിനെ വായിക്കാൻ. TG അങ്ങനെയാണ്. TG സർക്കാസ്റ്റിക് ആയിട്ട് TG പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കേസുകൾ മാത്രം എന്താ പിൻവലിക്കുന്നത്? പോലീസിനെയും അർദ്ധസൈനിക വിഭാഗത്തിനെയും ഒക്കെ പിൻവലിച്ചൂടെ? എന്നിട്ട് ആ ജന്തർ മന്ത്രർ ഇവർക്ക് കൂത്താടാൻ വിട്ടുകൊടുത്തൂടെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ബലാത്സംഗം ഉൾപ്പെടെ നടക്കുമല്ലോ. പിന്നെ ബലാത്സംഗം ഈ ഇടതുപക്ഷ മണികൾ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണല്ലോ. ഇതിൽ ഇടതുപക്ഷം വെട്ടി, ഇടതുപക്ഷങ്ങൾ മുറിച്ചു മാറ്റി. സ്ത്രീകളൊക്കെ, ജന്തർ മന്ത്രറിൽ വന്ന സ്ത്രീകളൊക്കെ ബലാത്സംഗം ആസ്വദിക്കുന്നവരാണല്ലോ. എന്നിട്ട് TG പറഞ്ഞു, ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. മലമുകളിൽ അബ്ദുള്ളയുടെ കഥ പറഞ്ഞിട്ട്, ബലാത്സംഗവും ആസ്വദിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, സ്ത്രീ ജന്മങ്ങളുണ്ടല്ലോ. അത് മലമുകളിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള മാത്രമല്ല, അങ്ങനെ എഴുതിയ പലരും ഉണ്ട്. മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ആഘോഷിക്കുന്ന 2010 വന്ന പുസ്തകമാണ് ഈ സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനൊരു ആമുഖം. ആ പുസ്തകത്തിൽ സോഫിയ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്. 36 എന്തൊക്കെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ലേ അതൊക്കെ ഇഷ്ടമാണ്. സിഗരറ്റ് വലിച്ച് എൻ്റെ അടുത്ത് വന്നാൽ ഇഷ്ടമാണ്, കള്ളു കുടിച്ച് എൻ്റെ അടുത്ത് വന്നാൽ ഇഷ്ടമാണ്, എന്നെ മർദ്ദിച്ചാലും എനിക്ക് ഇഷ്ടമാണ്, എന്നെ തെറി വിളിച്ചാലും ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന, ഇത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം. TG അത്തരം ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന്. ഇനി വേറൊന്ന്, TG ഇടതുപക്ഷ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞതിന് വേറൊരു കോണ്ടസ്റ്റിലൂടെ വായിച്ചു നോക്കൂ. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് UDFിലും LDFിലും ഒക്കെ പുരുഷ നേതാക്കന്മാർ സ്ത്രീകളെ പീഡിപ്പിച്ച കഥയുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ വന്നത് ഇടതുപക്ഷത്തിനകത്ത്, CPMനകത്താണല്ലോ. ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണ്ടേ? അപ്പൊ ഇടതുപക്ഷ സ്ത്രീകള് ബലാത്സംഗം ആസ്വദിക്കുന്നവരായതുകൊണ്ടല്ലേ ഒരു കേസ് പോലും കോടതിയിൽ എത്താത്തത് എന്നൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ TG പലപ്പോഴും ഉന്നയിച്ചിട്ടുള്ള ഇഷ്യൂ. ഈ ടോക്കിൽ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നമുക്ക് അങ്ങനെയും വായിക്കാമല്ലോ.
അതുകൊണ്ട് ഇടതുപക്ഷ സ്ത്രീകളെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഒരു ആരോപണത്തെ, അല്ലെങ്കിൽ ഒരു വളരെ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞ ഒരു ആരോപണത്തെ ഇടതുപക്ഷം എന്ന് മുറിച്ചു മാറ്റിയിട്ട് ലോകത്തിലെ സ്ത്രീകളൊക്കെ, സമരം ചെയ്യാൻ പോകുന്ന സ്ത്രീകളൊക്കെ ബലാത്സംഗം ആസ്വദിക്കുന്നവരാണ് എന്ന് ടി ജി പറഞ്ഞു എന്നാ. ഇതൊക്കെ തന്നെ അടിസ്ഥാനപരമായി ഒരു മനുഷ്യന്റെ അഭിപ്രായം പറയുന്ന രീതി, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാരത്തിനുള്ള അവകാശം, അതിനുവേണ്ടി വാദിക്കാൻ ബാധ്യസ്ഥരായ കേരളത്തിലെ ഈ സകല സിംഗങ്ങളും ആലോചിക്കേണ്ടതാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും എതിരെ വരാവുന്നതാണ് നിയമ നടപടി. അതിനൊക്കെ അറസ്റ്റ് വന്നാൽ ഇവർക്കൊന്നും ഭാവനയിലൊന്നും കാണാൻ പറ്റില്ല, ഭാവനയിലൊന്നും എഴുതാൻ പറ്റില്ല. ഇവർക്കൊന്നും ഒരു സന്ദർഭത്തെ പ്രത്യേകം അനലൈസ് ചെയ്തിട്ട് ഒരു അഭിപ്രായം, ഒരു കമന്റ് പാസ്സാക്കാൻ പറ്റില്ല. ഇതാണ് ഇതിന്റെ ഒരു സങ്കടം. ഇപ്പൊ ഏറ്റവും എന്തായാലും ഇന്നിപ്പോ ടി ജി മാത്രമല്ല, ഒരു കാര്യം ആലോചിച്ചു, മാനുഷികമായ പരിഗണന, ഇതിൽ എന്തുമാത്രം ക്രൂക്കഡ്നെസ് ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. ഈ ടി ജിയെ ഇത്രയും ദിവസം 10 ദിവസം എങ്ങണ്ടായില്ലേ, ഇത്രയും ദിവസം കാത്തിരുന്നിട്ട് ഞായറാഴ്ച തന്നെ വന്ന് വളഞ്ഞു പിടിച്ച് ചോദ്യം ചെയ്യാൻ കാത്തിരിക്കേണ്ട എന്താ? ആ മനുഷ്യനെ രാമേന്ദ്രൻ സാർ പറഞ്ഞ പോലെ ധാരാളം അസുഖങ്ങളുള്ള മനുഷ്യൻ, വയസ്സായ മനുഷ്യൻ, ഒരു വാക്കുകൊണ്ട് അദ്ദേഹത്തിന് നിലപാടെടുക്കുന്നു എന്നുള്ള അല്ലാത്തൊരു ക്രിമിനൽ കുറ്റത്തിന്റെയും ഫയലില്ലാത്തൊരു മനുഷ്യൻ അങ്ങനെയുണ്ടോ? ടി ജിയുടെ പേരിൽ ക്രൈം ഇവർ കാണിച്ചു തരട്ടെ. എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അർജുൻ നായങ്കിയോടൊന്നും കമ്പയർ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ ഞായറാഴ്ച വൈകുന്നേരം എന്തിനു തെരഞ്ഞെടുത്തു? ഒരു രാത്രി മുഴുവൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ട് പിടിച്ചുകൊണ്ടുപോയി വലിയ കുറ്റവാളികളെ കൊണ്ടുപോകുന്ന പോലെ ഇവൻ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യിച്ചു, പോലീസ് ക്ലബ്ബിൽ താമസിപ്പിക്കുന്നു. ഈ ഒരു അവസ്ഥ ഇപ്പൊ മജിസ്ട്രേറ്റ് വരണമെങ്കിൽ ഇന്ന് ഉച്ചയെങ്കിലും ആകും. എത്ര മണിക്കൂറാണ് ആ മനുഷ്യനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ എടുക്കുന്നത്? അപ്പൊ ഇതൊക്കെ ഇനി കേസുകൾ എത്ര ദുർബലമാണ്, നിലനിൽക്കുമെന്നുള്ളതൊക്കെ കോടതി പറയട്ടെ, അത് നമ്മൾ പറയുന്നില്ല. ഇത് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിന്റെ ഒരു പൊതുമണ്ഡലത്തിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മൗലികമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആരെങ്കിലും ഇനിയെങ്കിലും വായ തുറക്കുവോ? അതുകൊണ്ട് ടി ജിയെ അറസ്റ്റ് ചെയ്താൽ കേരളത്തിന്റെ സംസ്കാരം മുഴുവൻ രക്ഷപ്പെട്ടു എന്നാണ് നമ്മുടെ സാംസ്കാരിക നായകന്മാരുടെ നിലപാടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. കേരളമെ ലജ്ജിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും പരിശോധിക്കേണ്ട ആദ്യത്തെ കാര്യം, ഇപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം അതാണ്. ഈ ടി ജി ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ടി ജി ഒരു സീനിയർ സിറ്റിസൺ എന്ന നിലയിൽ, ടി ജി നിയമം അനുസരിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ, ടി ജി നിയമം നന്നായിട്ട് അറിയാവുന്ന ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, ടി ജി സാംസ്കാരിക രംഗത്ത് അതിശക്തമായിട്ട് ഇടപെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമ നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉള്ള മൗലികമായ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ഇന്നെങ്കിലും കേരളം ഇത് അവസരമാക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണർന്നു വരുമോ എന്നതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഭരണകൂടത്തിന്റെ വീഴ്ചകൾ, കഴിഞ്ഞ ദിവസങ്ങളിലെ വീഴ്ചകൾ ടി ജിയുടെ അറസ്റ്റ് കൊണ്ട് അവർക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. ഇപ്പോൾ വന്ദേ മാതരം ഇഷ്യൂ, മറ്റേ സവർക്കർ ഇഷ്യൂ, പരീക്ഷ ഇഷ്യൂ, അതുപോലെ ഈ മുതലപ്പൊഴി നീണ്ടകര അവിടെ മത്സ്യത്തൊഴിലാളികളെ കാണാതായപ്പോൾ വേണ്ട രീതിയിൽ നടപടി എടുത്തില്ല എന്ന് പറഞ്ഞ ആരോപണം. ഫിഷറീസ് വകുപ്പാണെങ്കിൽ മുസ്ലിം ലീഗ് ഇത്തവണ പിടിച്ചു മേടിച്ച് കയ്യിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മുസ്ലിം ലീഗ് അത്തരം കാര്യങ്ങളിലൊക്കെ കെണിഞ്ഞിരിക്കുകയാണ്. പിന്നെ BJPയുടെ പഞ്ചായത്തിലൊക്കെ മണ്ണിടിച്ചിലും പ്രളയമൊക്കെ ഉണ്ടായാൽ ഇടപെടുന്ന സംഭവമൊന്നും ഇപ്പം ഇല്ല. ഇപ്പം ഇങ്ങനെ ആകെ അർജുനായെങ്കിൽ വെല്ലുവിളിച്ച് കുറേ ദിവസം നടന്നിരുന്നു. പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 10 ദിവസമായിട്ട് വീട്ടിൽ വെറുതെ ഇരുന്ന ടി ജിയെ പിടിക്കാനായിട്ട് ആകെ ഭരണകൂടം കെണിഞ്ഞിരിക്കുമ്പോൾ എല്ലാവരും മറന്നു നിന്ന സമയത്ത് വീണ്ടും അതിലായി സജീവമാക്കി വെച്ചത് ആകെ ഈ ഭരണകൂടം കെണിഞ്ഞിരുന്ന സമയത്താണ്. അതൊന്നും ഇത്തരം അറസ്റ്റുകൾ കൊണ്ട് മറച്ചു വെക്കാൻ കഴിയില്ല.